എവിടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത്? എന്റെ അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ കറന്റ്ലി നല്ല ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ബ്ലെസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് വളരെയധികം ചിന്തകൾ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ നിങ്ങൾ എപ്പോഴും എന്താ പറയാ പകലൊക്കെ നിങ്ങൾ ഓക്കെ, രാത്രി ആവുമ്പോൾ നിങ്ങൾ വളരെ അസ്വസ്ഥമായിട്ട് അത് എന്നെ ചീറ്റ് ചെയ്യോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ തന്നെയാണോ, ഓക്കെ മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് അത് നിങ്ങളെ ആങ്സൈറ്റിയിലേക്കും ഒരു ഡിപ്രഷൻ മോഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം. അതായത് ആ പേഴ്സണെ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, നല്ല നല്ല റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ പേഴ്സൺ പോയി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ പേഴ്സന്റെ ആബ്സെൻസിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ പേഴ്സൺ എന്നെ മാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മാത്രമാണോ ആള് എന്നൊക്കെയുള്ള ഒരു ചിന്ത, ശരിക്കും ഒരു ഉള്ളിലൊരു സംശയം അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അതിനൊരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും അല്ലെങ്കിൽ സോൾവ് ആവും. സോ നിങ്ങൾ നന്നായിട്ട് മൈൻഡ് ഓപ്പൺ ചെയ്ത് സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പേടിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ് പറയുന്നത്. കൂടുതൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരാളുമായിട്ട് മനസ്സ് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ഉള്ളിലുള്ള എന്താണെന്നും നമുക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. സോ അത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വർത്ത് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് കൂടുതൽ ശരി. ഓക്കെ, സോ നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ ഹാർട്ട് ടു ഹാർട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ്. Okay guys, hope you like this video. Stay tuned and